നമ്മളെ നല്ല കിടുക്കാച്ചി PC ബിൽഡ് ചെയ്ത് പിന്നെ അല്ല നമ്മളെ കിടുക്കാച്ചി PC ബിൽഡ് ചെയ്ത് വെച്ചിരിക്കണം, മനസ്സിലായ? അല്ല പിന്നെ പരന്തുവാസു ഇഷ്യൂ. ഓക്കെ, ഡോണ്ട് വെറി മൈ ബ്രദർ. AKMFA മൈ ബ്രദർ ഈസ് AKMFA സെക്രട്ടറി ആണ്. അത്രേ ഉള്ളൂ, പിന്നെ അല്ല. നമുക്ക് ഓൾഡ് ഉണ്ട്. ഷിബിൻ തളത്തിൽ, ക്യാൻ യു പ്ലീസ് വിഷ് മൈ കിഡ് ആദം? അയ്യോ, ഷിബിൻ ബ്രോയുടെ കിഡിന് ആദമിന് മോനെ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേടാ. ഹാപ്പി ബർത്ത്ഡേ മോനെ, ഹാപ്പി ബർത്ത്ഡേ. ഹലോ ബ്രോ, പേരെന്താ? ബ്രോയാ? ഗുലാനാണാ? എനിക്ക് സ്ലോട്ട് മേടിച്ചു എനിക്ക് എത്ര ചെയ്തു തരണം. വാ 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 വാ. ഇവന്മാർക്കൊക്കെ ക്യാരക്ടർ ഇനിയിപ്പോ വില്ലുമോനെ എന്ത് വേണം? 2 സിറ്റിയിൽ വള്ളി എടുക്കാം. എന്തൊക്കെ പരിപാടികൾ ചെയ്യാല്ലേ? പാവം എടാ, ഞാൻ അതല്ലടാ ആലോചിക്കുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ബ്രാവോ ഡെയിലി ഡിഫൻഡർ അടുക്കിയിടുവോ 5 ദിവസമായിട്ട്. ആള് ബൊക്കെ പിടിച്ച് എപ്പോഴും കൂടെ ഉണ്ടാവും 5 ദിവസമായിട്ട്. ഇത് എന്തെങ്കിലും തീർക്കണം. വാ വാ വാ. ഒരു കാപ്പിട്ടുണ്ടോ? നീ ഒരു ചൂട് ഒരു ചുക്ക് കാപ്പിട്ടുണ്ടോ? അയ്യോ, ഇവിടെ പറഞ്ഞു. നമുക്ക് റേഡിയോ കയറാം. വാ. റേഡിയോ ഇല്ല കയ്യില്? എടാ എന്റെ ഒന്നുമില്ല. ഇവിടുന്ന് സ്റ്റാർട്ടർ പാക്ക് മേടിക്കണം. ചേച്ചി കയറി പിടിക്കൂ. അല്ല, അതാ ഇത് ഇതെടുക്കാൻ പറ്റുന്നില്ല. അതാ നോക്ക്. ഓൾട്ട് ഞെക്കിയിട്ട് 5 ദിവസമായിട്ട് നമ്മള് പരിചയപ്പെടുക. ഇന്നെങ്കിലും എനിക്കിത് തീർക്കണം, മനസ്സിലായ? 5 ദിവസമായിട്ട് നമ്മളിത് പരിചയപ്പെടാണ്. അപ്പൊ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എനിക്ക് ഇവന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് കണ്ണ് വെച്ച് നോക്കിയിട്ട് അത് മേടിക്കാൻ പറ്റുന്നില്ല. കിട്ടി. അല്ലല്ല, എല്ലാം വൈപ്പായി. ക്യാരക്ടർ എല്ലാം വൈപ്പായി. എന്തോ കിട്ടി. കിട്ടി. എല്ലാം കിട്ടി. അയ്യോ ബ്രോ, ലൈവ് റീസെറ്റ് ആക്കി സീനാണ്. സുഖമായിട്ട് സൈക്കിട്ട്, നോട്ട് ജോക്കിംഗ്. ലൈക്ക് ഇനി കട്സ് ബ്രോ, സീനില്ല. നമുക്ക് നോക്കാം. വേറെ അടുത്ത് വെച്ച് കാണാം. സെറ്റ്. ഓൾ ഗുഡ്. എല്ലാം കിട്ടി. ഞാൻ ഹോട്ട് ബാറിൽ ഒന്ന് മാറ്റിക്കോട്ടെ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ മറ്റേ മായാജാലം ഒക്കെ കാണേണ്ടി വരും. ഇനി മെയിൻ സെർവർ കയറണം അല്ലേ? ഞാൻ എന്നാ ഈ റേഡിയോയിലൊന്ന് കേറട്ടെ. റേഡിയോ 81. എല്ലാവർക്കും നമ്മള് ടിവിയിലെ പിള്ളേരിലുണ്ട്. അണ്ണാ, എന്റെ പേര് അഭിനവ്. നാളെ എന്റെ ബർത്ത്ഡേ ആണ്. ക്യാമറ നോക്കി ഒരു പേര് വിളിച്ച് വിഷ് ചെയ്യോ. സ്റ്റോറി ഇടാൻ ശബ്ദം കൂടുതലാണെന്നുണ്ടെങ്കിലേ കണക്ട് ആയ റേഡിയോയുടെ മേളില്ലേ ബ്ലൂടൂത്തിന്റെ പടം കണ്ടു. ബ്ലൂടൂത്ത് അങ്ങ് ഞെക്കിയാൽ മതി. ഓക്കെ. അഭിനവിന് ഞാൻ ഒരു വിഷ് കൊടുക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ അഭിനവ് ബ്രോ. ആഗ്രഹമല്ലേടാ പിള്ളേരോന്ന് പറഞ്ഞ നമ്മൾ എങ്ങനെ ചെയ്യാതിരിക്കും? നീ നമ്മുടെ നമ്മുടെ അമ്മമാരെല്ലാം കീറുന്നതേ ഉള്ളു കേട്ടോ. ഇപ്പൊ വരും. എല്ലാവർക്കും ഇന്ന് കേറുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. നമ്മള് മെനഞ്ഞാന്ന് എല്ലാരും പറഞ്ഞപ്പോ മെനഞ്ഞാന്നാണ് എല്ലാരും വന്നത്. അന്നാണ് എനിക്ക് വരാനും പറ്റിയില്ല. കേരള വിഷം സത്യം, കേരള വിഷം മൂഞ്ചിച്ചു കേട്ടാ. ഇത് ചെയ്യാനാന്ന് പറ. ഞാൻ ഇവന്മാരുടെ അടുത്ത് ചോദിക്കട്ടെ. ഗുലാനെ, ബാക്കിയുള്ളവരെന്ത് ചെയ്യേ? അപ്പൊ എന്താ പരിപാടി? നമുക്ക് ഇപ്പൊ അങ്ങോട്ട് പോണോ അതോ അവര് വരുന്നവര് വെയിറ്റ് ചെയ്യണോ? സരക്കൊക്കെ ഇപ്പൊ വരും. മറ്റേ ക്യാരക്ടറിന്റെ ഇത് ഒന്നും കൂടി വന്നു കേട്ടാ. അപ്പൊ ഇങ്ങോട്ട് വന്ന് 1 മിനിറ്റ്.
സരക്കിനെ ആദ്യമേ കൊല്ലാനാണ്. അല്ലല്ല പക്ഷെ അങ്ങനെ സരക്കിന്റെ കാര്യത്തില് നമ്മൾ അങ്ങനെ ഒരു ഇത് പ്ലാൻ വെക്കത്തില്ല. ചന്ദ്രൻ വരട്ടെ. വരുന്നുണ്ടോ? ചന്ദ്രൻ ഇപ്പഴും ഇല്ല. ചന്ദ്രൻ വരട്ടെ. ചന്ദ്രൻ വരുമ്പോ അവൻ എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കണം എനിക്ക്. കൊടുക്കാം നമുക്ക് കൊടുക്കാം. അങ്ങനെ വണ്ടി കേറുമ്പോ പൊട്ടുന്ന വേണോ അതോ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നമുക്ക് ഫോൺ ചെയ്ത് പൊട്ടിക്കണം? ഇവിടെ കുറെ ഓപ്ഷൻ ഉണ്ടല്ലോ. അവൻ ഏത് പോലീസ് വണ്ടി കട്ടാലും അപ്പൊ പൊട്ടിത്തെറിക്കണം. അങ്ങനെ എന്തെങ്കിലും കോഡ് ചെയ്യാൻ പറ്റുമോ? അത് ചന്ദ്രന്റെ മാത്രം അങ്ങനെ കോടിയേണ്ടി വരും. വേറെ ചെയ്തില്ലെങ്കിൽ ചന്ദ്രൻ പോലീസ് വണ്ടി കയറിയ വണ്ടി തന്നെ ഇറക്കി വിടുന്ന പരിപാടി ചെയ്താലേ. അത് മസ്റ്റായിട്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് സെർവർ നിലനിൽക്കണമെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ. അല്ലെ ആലോചിച്ച് നോക്കിയാൽ പീഡിയായിട്ട് അടിയാവുന്നു. ചന്ദ്രൻ KVL ഏതെങ്കിലും പ്ലേയേഴ്സ് പീഡിയിലുണ്ടെങ്കിൽ അത് അവര് തമ്മി അടിയായി. ലാസ്റ്റ് നമ്മൾ രണ്ടും ലൈവ് ഒക്കെ ഇടറ് പറഞ്ഞത് ഞാൻ ലൈവ് ഇടറ്. അപ്പാപ്പ 2 ദിവസം കഴിയും അപ്പാപ്പ ലൈവ് ഇടറ്. പന്തൊക്കെ വിളിയായി തൊള്ളക്ക് വിളിയായി. അയ്യോ ആലോചിക്കാൻ പോലും വയ്യ. അതെന്തായാലും കോടിയാണ്. കോടി ചെയ്തേ പറ്റുള്ളൂ. അങ്ങനത്തെ ഇപ്പൊ വരും കേട്ടോ. ഇവരിപ്പൊ വരും. ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഡിലേ. നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പം എവിടുന്ന് തുടങ്ങും? നമുക്ക് എന്ത് ടൂറിസ്റ്റ് ബസ്സാ? അതെ, ഏത് വണ്ടി വേണോ ചോദിക്കാനായിരുന്നു. ഈ ഡിഫൻഡർ വേണോ അതോ ബസ് വേണോ? ആണോ? ഇത് പലതരം ബസ് ഉണ്ട്. അതൊരു കാര്യം ചെയ്യും. വാസുമോൻ ഇഷ്ടമുള്ളവരെ നോക്കിയിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഉടനെ എത്തും. ആണോ? പിന്നെ ഞങ്ങൾ ഒരു സ്പെഷ്യൽ ബസ് വാസുമോന് വേണ്ടിട്ട് ഇറക്കേണ്ടതുണ്ട്. ഇവിടെ പുറലോകം. ആണോ? ബസ്സാ? പിന്നെ അല്ല. ഇനി കുക്കു എലിയൊക്കെ വന്ന് കൂട്ടി ഹെലി മാഡം മധ്യസ്ഥത പറയാൻ ഞാൻ കളറാക്കും എല്ലാം. കിൻഡർ ജോയ് താങ്ക് യു സോ മച്ച് ഫോർ ലൈൻ ബോർഡ്. ഇതാണ് കേട്ടാ. ഇത് കൊമ്പനാ. കൊമ്പൻ ദാവൂദ്. കാശ് വാരി ഇറങ്ങി. ഇതൊക്കെ ഒരു ദിവസം എത്ര വാടക? റൈസ് ഓഫ് എ ഡോൺ ദാവൂദ്. ജയ് ഗുരു. എന്റെ പൊന്നെ എന്തൊക്കെയാണല്ലേ ഇതൊക്കെ യഥാർത്ഥത്തിലുള്ള ഇവിടുത്തെ ബസ്സുകളല്ലേ? ഇവിടുത്തെ തന്നെ ബസ്സുകളാ. ലണ്ടൻ ട്രാവൽ ലൈറ്റ്സ്. ഇങ്ങനൊരു ബസ് ഉണ്ടോ? അത് ഞാനും ആലോചിച്ചത്. മനസ്സിലായില്ലേ? ഓ ഗാലക്സി കുരുക്ഷേത്രം. ബ്രാവോ. നമുക്ക് ഇതൊന്നും അറിയത്തില്ലെന്നേ ഉള്ളു കേട്ടോ. ഇതൊക്കെ ചിലപ്പോ വലിയ ഫാൻ ബേസ് ഉള്ള ബസ്സുകളായിരിക്കും. സത്യം ബസ്സിനൊക്കെ ഒടുക്കത്തെ ഫാൻ ബേസാ. നമുക്ക് അറിയാത്തോണ്ടാണ്. ബസ്സിനൊക്കെ ഭയങ്കര ഫാൻ ബേസ് ആണ്. ഭയങ്കര. ഈ ആനക്കുള്ള ഫാൻ ബേസ് പോലെ ബസ്സിന്. അതൊന്നും അല്ല, അതിലും കൂടുതൽ. ആനയും ബസ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സീനാണ് ഇപ്പം. കോമ്പറ്റീഷൻ. അതുകൊണ്ടല്ലേ നമ്മൾ പറഞ്ഞ എടുക്കുന്ന വിചാരിച്ചു. ഈഗിൾ ഇപ്പൊ ഇറങ്ങും സാധനം വരും. ചേസ് എടുത്ത് പണിയാൻ കൊടുക്കണം. ഉടനെ ഉണ്ട്. പിന്നെ ഇല്ല പാപ്പ നമ്മളെ സെറ്റാവതൊക്കെ. രായ ഈ കൂട്ടത്തിൽ ഏത് ബസ് എടുക്കണം രായ എന്ന് പറ. തീർന്നില്ല. ഒരു സ്പെഷ്യൽ ബസ് ഉണ്ട് രായ. അതെ സുഹൃത്തെ, മറ്റേ സ്പെഷ്യൽ ബസ് കൊണ്ടുവരുമോ? സ്പെഷ്യലി പണിയിപ്പിച്ച് എടുത്തു വന്ന ബസ്സാണ്. കാരണം ഈ ബസ്സുകളിൽ പോയ ഇച്ചിരി നമുക്ക് എന്താ പറയാ താമസമാകത്തില്ലേ. അതുകൊണ്ട് അതിന് വേണ്ടിട്ട് വേറൊരു സാധനം ഇറക്കിയാണ്. ഞാൻ വെളിയിലൊരു കോഡ് അയച്ചു തന്നിട്ടുണ്ട്. അതിപ്പോ ചെയ്യും. ഓക്കെ, ഞാൻ നേരത്തെ ഈ കാര്യം പറഞ്ഞത് കണ്ടില്ലായിരുന്നായിരിക്കും അല്ലേ? ഏതാ നേരത്തെ കേറി സെറ്റ് ആക്കണേന്ന്. ഇല്ല, എനിക്കൊന്നും ഡിലേ ഒന്നും വന്നില്ല. എന്റെ ക്യാരക്ടർ ഡിലീറ്റ് ആയില്ല. ഞാൻ ഓട്ടോമാറ്റിക് കയറി വന്നു. നമ്മുടെ കുറച്ച് ഹൈ എൻഡ് ആണ്. അതാണ് നമ്മുടെ സ്പെഷ്യൽ ബസ്. ഓ ഇതെന്ത് ഇത് കൊള്ള രായ. ഇത് നൈസ് സാധനല്ലേ? കൊമ്പനെ മേടിച്ചു തരോ? കൊമ്പന നിനക്ക് ഞാൻ നെറ്റിപ്പട്ടോടെ വെച്ച് ഞാൻ നിന്നെ കൊണ്ടു നടക്കാം. ഞാൻ നിന്നെ നോക്കട്ടെ. ബാക്കിൽ നോക്ക്. ഇത് വിഷയം കേട്ടാ. തലയെട്ട് ലോകം. അമ്പോ ഇവിടുന്ന് അങ്ങ് തുടങ്ങാം. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. അതെ അത്രേ ഉള്ളു. പിന്നെ അല്ല
വാസവനെ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞത് നമ്മളിങ്ങനെ ഈ എന്താ പറയാ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്ന് ഇവിടെ പലർക്കും അങ്ങോട്ട് ദയിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞത് സത്യമാണ് അത്. അത് ഭയങ്കര പ്രശ്നമാണ് അപ്പൊ അത്. അതല്ലേ ഞാൻ പറഞ്ഞില്ലേ പോയവനും വന്നവനും ഒക്കെ എല്ലായിടത്തും അടിയും വഴക്കും ആയത് ഇപ്പോഴത്തേക്കിന് നമ്മളെ ഒന്നിച്ചത് ഭയങ്കര പ്രശ്നമായി ഇപ്പൊ. അത് ഭയങ്കര പ്രശ്നമായി. ഞാനിങ്ങനെ മനസ്സിലാക്കി വരുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ. അത് ഭയങ്കര പ്രശ്നമാണ് നമുക്ക്. ഞാനത് പുറത്തൊന്ന് സംസാരിക്കാൻ ഇരിക്കുവായിരുന്നു അപ്പാ. കുറച്ച് പ്രശ്നമാണ് അത്. സംസാരിക്കാണ്ടി ഇരിക്കുന്നു. അത് ഇതൊരു വല്ലാത്ത പ്രശ്നമാണ്. ഇത് ആരും പ്രതീക്ഷിച്ചില്ല കേട്ടോ ശരിക്കും. ഇത് ഭയങ്കര ഒരു അല്ല നമ്മള് പോലും ഇത് പ്രതീക്ഷിച്ചില്ല. അതെങ്ങനെ ബ്ലോക്ക് ആക്കി വെച്ചിരുന്നത് എങ്ങനെ അറിയാൻ പറ്റും? അതാ ഒരു നിർമ്മല നിമിഷത്തിൽ എന്നെ ബ്ലോക്ക് ചെയ്തേക്കായിരുന്നു. അതെ അതെ സത്യം ദുർബല നിമിഷം. ഇതിന് ചെയ്യാൻ പറ്റും. പറഞ്ഞ കാര്യം എടാ അവർക്ക് ലോഡായ അതെ വേറെ കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ ബാല വന്നില്ലടാ. ക്യാൻസർ വന്ന പയ്യന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞ കൊള്ളാം എന്ന് എന്റെ മനസ്സ് പറയുന്നു. അതിപ്പൊ തന്നെ പറയാം ബ്രോ. അത് ഞാൻ വേറെ ഏതിനേക്കാളും പ്രയോറിറ്റിയിൽ പറയാം. ഗൈസ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ജസ്റ്റ് ഒന്ന് പറയുവാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ദയവ് ചെയ്തൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരുപാട് മെഡൽസും ട്രോഫീസും ഒക്കെ ഏൺ ചെയ്തൊരു ഫുട്ബോൾ കളിക്കുന്ന ഒരു പയ്യനാണ്. അവൻ ആക്ച്വലി ഒരു കൈയൊക്കെ മുറിച്ച് കളയേണ്ട ഒരു സാഹചര്യത്തിൽ വന്നിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന 1 രൂപയെങ്കിൽ 1 രൂപ ദയവ് ചെയ്ത് അതിന് കൊടുത്ത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. എനിക്കത് മാത്രമേ നിങ്ങളോട് പറയാവുള്ളൂ. ദയവ് ചെയ്ത് അത് നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ 1 രൂപയെങ്കിൽ 1 രൂപ കൊടുത്ത്. നമ്മളിപ്പം 10-14,000 പേര് ലൈവ് ചെയ്യുന്നുണ്ട്. 1 രൂപ കൊടുത്താൽ തന്നെ 14,000 രൂപയാവും. നിങ്ങൾ 14,000 പേര് 1 രൂപ കൊടുത്തു. നിങ്ങൾ 10 രൂപ വെച്ച് കൊടുത്താൽ 1,40,000 രൂപയായിരിക്കും. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഒന്ന് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നല്ല ഒരു ശോകം സിറ്റുവേഷനിലാണ് ആ പയ്യനിരിക്കുന്നത്. അത് കണ്ടപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് കേസ് എത്ര പെട്ടെന്ന് ലൈഫ് മാറുന്നതെന്ന് അല്ലേ. പുള്ളിയൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്രയും ഫിറ്റ്നസ് ഒക്കെ നോക്കിയിട്ട് പോലും പുള്ളിക്കൊക്കെ അങ്ങനെ ഒരു പെട്ടെന്ന് അസുഖം വരുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകമാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ദയവ് ചെയ്ത് ഒന്ന് സഹായിക്കണം. ഓക്കെ കുഴപ്പമൊന്നുമില്ല. ഇല്ലല്ല അപ്പാ ഞാനൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഇന്ന് നമ്മള് പോത്തില്ല. ഇന്ന് നമ്മള് കത്തൂല. അത്രേ ഉള്ളു. ഇന്ന് നമ്മള് കത്തത്തില്ല. ഇന്നിനി ആകാശം ഇടിഞ്ഞു വീണാലും എന്റെ തത്സമയം പോത്തില്ല. ഞാനും പോത്തില്ല. പെട്ടെന്ന് പോയാ എന്തോ ഇല്ല അങ്ങനെ പോത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലൈവില് സാധനം വെട്ടി കടലിലെറിയുമല്ലോ ഞാൻ. അണ്ണൻ ചവിട്ടിയതല്ല. ഞാനേ നമ്മളെ കൂട്ടത്തിലുള്ള 2 പേര് വെളിയിക്കണേ. അപ്പൊ അതിന്റെ റിക്വസ്റ്റ് ഐഡി കൊടുത്തിട്ട് വന്നതായിരുന്നു. വന്നത് അണ്ണനെ ചവിട്ടി. ലിമിറ്റ് അക്കൗണ്ട് ഒക്കെ ട്രൈ ചെയ്ത് നോക്ക്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ മറ്റേ ഐഡി പ്രശ്നമാണെങ്കിൽ പച്ച ഡ്രസ് ഇട്ടവരോട് പറഞ്ഞാൽ മതി. സെറ്റാക്കി തരും പെട്ടെന്ന് തന്നെ. അവിടെ എന്തോ കണ്ടിട്ടില്ലേ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും? ഇതെന്ത് ചെയ്യണ്ടേ? തനിക്കോടെ കാണിക്കില്ലേ കേട്ടോ നീ ഇവിടെ. ഇത് എവിടെ കിടക്കുന്ന ഇമോട്ടൊക്കെ? വർക്ക് ദാറ്റ് ബൂട്ടി. ഇതെന്തൊരു വില്ലുമന്റെ പരിപാടി ഇങ്ങനെയാ. ഗ്രൈൻഡിങ് കണ്ടുപിടിച്ച് വില്ലുമൻ ഇവിടത്തെ. ഇതെന്താ സംഭവം? ഇതെന്താ? ഒന്നും വന്നില്ലല്ലോ. അണ്ണ ഒന്നും കൂടി അടിച്ച് എനിക്ക് വന്നില്ല. സാവ്യ നിനക്ക് വന്നോ? ഇല്ല. എനിക്ക് വന്നു പിടിച്ചോട്ടെ. ഇത് ഇതിൽ അനങ്ങുന്ന ചന്തി. ഒരു മിനിറ്റ് നോക്കട്ടെ. അയ്യോ നീ കുട്ടിയുടെ കൂടെ കാരണം എനിക്ക് താഴോട്ട് കാണുന്നില്ല കേട്ടാ. ഷർട്ട് ഊര ഇതിലൊന്നും ഇല്ലല്ലോ. എടാ റിസീവ്. അയ്യേ എന്തൊക്കെയാണ് ഇതിനകത്ത്? എന്തൊക്കെ കാണണേ? ഡെവിൻ ഈകളെ അറിയോ? ഡെവിൻ ബ്രോ വെൽക്കം ടു സ്ട്രീം.
ഇവിടെ വലിയ വിഷയങ്ങളൊക്കെ നടക്കുന്ന ഡെവിൻ ബ്രോ. എക്സ്പ്രഷൻസ് നോക്കട്ടെ. ആംഗ്രി. എടാ എന്റെ മുഖം നോക്കി, ഇപ്പൊ ആംഗ്രി ആയിട്ടാണോ ഇരിക്കുന്നത്? നോക്കിയേ, നോക്ക്. അവിടെ ആ അതന്നെ ആണ് ആണോ? ആണ്. ഹാപ്പി ആക്കട്ടെ. ഇപ്പൊ ചിരിച്ചാ നോക്കട്ടെ, ആ നോക്കട്ടെ. ചിരിച്ച് ഷൊട്ടാച്ചി. ഗൈസ് എല്ലാവരും ലൈക്ക് അടിക്കണം. 10K ലൈക്ക് ആയിട്ടുള്ള 4000 പേര് ലൈക്ക് അടിച്ചിട്ടില്ലേ? 4000 പേര് ലൈക്ക് അടിക്കണേ. എടാ എന്തൊക്കെ സാധനമല്ലേ, കൊള്ളാമല്ലേ, കൊറേ ഉണ്ടറാ. ബോക്സ് പ്ലേസ്ഡ്. ഇതെന്താ ഇത് കൊടുത്തേടാ, എസ് കൊടുത്തേടാ. എനിക്ക് വന്നില്ല. വന്നില്ലേ? വന്നല്ലോ. മറ്റേ ഇമോട്ട് മെനു മാറ്റി. ആ ഒന്നുകൂടി ഇട്. ഒന്നുകൂടി. ഇതെന്താ വന്നാ? ഇല്ല ഇല്ലടി. ആ വന്നു. പണ്ടി നീ എന്താ ചെയ്തേമോ? അണ്ണ ഒന്ന് പടി. വല്യമ്മ സേഫാണ് പേടിക്കണ്ട. അണ്ണ സേഫാ പേടിക്കണ്ട. ഇതൊക്കെ എന്തൊരു സാധനമല്ലേ ഇതൊക്കെ. എന്റെ അമ്മോ. നേരെ അങ്ങ് അപ്പാപ്പനിട്ട് പോടി. ആ നേരെ അങ്ങടി. അപ്പൊ അവനെ പിടിച്ചിറക്കിയാണ്. വല്യമ്മ കളിക്കും. എന്തൊക്കെ സാധനമല്ലേ. എന്നെ കൊണ്ടുപോവന്നെ. അണ്ണ ഇട് അപ്പാപ്പനെ. പോടാടുന്നത്. നീ നൈസായിട്ട് വിളിച്ചിട്ട് പറഞ്ഞിട്. ഞാൻ ഇപ്പൊ വിളിച്ചിട്ട് വരാം. അപ്പൊ ഒന്ന് വരും. വില്ലുമനെ വന്നടാ. എന്താന്ന് ഇതെന്താന്നൊന്ന് പറഞ്ഞു കൊടുക്കും അവന്. ഗിഫ്റ്റ് വല്യമ്മൻ എങ്ങനെയാ എല്ലാരെയും പരിചയപ്പെടുത്താൻ. ആണോ എങ്ങനെ പരിചയപ്പെടുന്നത്? വെയിറ്റിംഗ് ഫോർ ഡിസിഷൻ. എന്നെ ഇപ്പൊ കിടത്തിയതുള്ളവൻ. ഇവൻ എന്നെ ഇപ്പൊ കിടത്തി. നിങ്ങൾക്ക് അറിയാം, ഒന്നിനും നിങ്ങൾ അവിടെ നിർത്തിയേക്കല്ലായിരുന്നു. എന്നെ ഇപ്പൊ കിടത്തിയേക്കുമായിരുന്നു ഇത്ര നേരം. ഇതെടുത്ത് മാറ്റാൻ പറയണം. ഇതിനകത്ത് കൊറേ ഉണ്ട്. ഇത് മറ്റേ 2000 4000 തൊട്ടം ഇത് കളയല്ലേ, വല്യമ്മന്റെ പണി പോവും. ഇതൊക്കെ വില്ലുമോന് ഭയങ്കര ആവശ്യമുള്ള സാധനങ്ങളാട്ടോ ഇതൊക്കെ. വല്യമ്മന്റെ ജോലിയാ. എന്താ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റൂല. ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിച്ച്